ഓം ശാന്തി. ഈ സ്ഥൂല ലോകത്തിൽ നിന്നും ദൂരെയായി ഞാൻ അനുഭവം ചെയ്യുന്നു. ബാപ്പ് ദാദ അവ്യക്തവദനത്തിൽ നിന്നും താഴേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ ബാപ്പ് ദാദയുടെ സന്മുഖത്തിലിരിക്കുന്നു. ബാബ എന്നെ കണ്ടുകൊണ്ട് ഹർഷിതമാകുന്നു. ഞാനും ബാബയെ കണ്ട് സന്തോഷിക്കുന്നു. ഈ അതേ കൽപ്പം മുമ്പത്തെ എൻ്റെ ബാബയാണ്. ഞാൻ കൽപ്പം മുമ്പത്തെ പോലെ ബാബയുടേതാണ്. ഈ സന്തോഷത്തിൽ, ആനന്ദത്തിൽ, പ്രേമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊഞ്ഞാലിലാടി ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ പരമാത്മ സ്നേഹി ആത്മാവാണ്. ഞാൻ സ്നേഹസാഗരത്തിൽ സമാവേശമായ ലൗലീനാത്മാവാണ്. ബാബയോട് എൻ്റെ ശുദ്ധ സംബന്ധമാണ്. ഞാൻ സ്നേഹത്തിൽ സമാവേശമായി പരമാത്മമിലനത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ആത്മീയ മിലനമേളയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൽ സമാവേശമായി ബാപ്പ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. സങ്കല്പം, വാണി, കർമ്മം, സേവനത്തിലും ബാപ്പ് സമാനമുള്ള അന്തരം സമാപ്തമാകുന്നു. മന്മനാഭവസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ബാബയ്ക്ക് ഞാൻ ആത്മാവിനോട് അതിപ്രീതിയാണ്. ബാബ എന്നെ ഹൃദയ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു. എൻ്റെ സ്ഥാനം ബാബയുടെ ഹൃദയത്തിലാണ്. ഞാൻ ആത്മാ ബാബയുടെ ഹൃദയമണിയാണ്. സ്വയം തന്നെ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ ബാബയുടെ ഹൃദയ സിംഹാസനധാരിയാകുന്നു. ഞാൻ സമീപരത്നമാണ്. പരിധിയില്ലാത്ത ബാബ എന്നെ പരിധിയില്ലാത്ത ഹൃദയ സിംഹാസനധാരിയാക്കി. ഞാൻ ബാബയുടെ പരിധിയില്ലാത്ത സമ്പത്തിൻ്റെ അധികാരിയായിരിക്കുന്നു. അളവില്ലാത്ത ഖജാനകളുടെ അധികാരിയാണ്. ബാപ്പ് ദാദയുടെ ഹൃദയ സിംഹാസനധാരിയായി സർവപ്രാപ്തികളുടെയും അനുഭവം ചെയ്യുന്നു. ബാബയ്ക്ക് എൻ്റെ ഹൃദയം കൊടുത്തു. ദിലാരാമ ബാബയുടെ ഹൃദയത്തിലിരുന്ന് ഞാൻ വിശ്രമമനുഭവം ചെയ്യുന്നു. ദൂരദേശത്തിലിരിക്കുന്ന ബാബയുടെ ഹൃദയത്തിൽ നിന്നും ഞാൻ ദൂരെയല്ല. ഞാൻ ബാബയുടെ സമീപരത്നമാണ്. പരമാത്മാ ഹൃദയ സിംഹാസനം ബ്രാഹ്മണ ആത്മാക്കളുടെ ഭാഗ്യത്തിലുള്ളതാണ്. ഇത്
വിശ്വത്തിൻ്റെ സിംഹാസനം നേടിത്തരുന്നു. ഇതെൻ്റെ ജന്മസിദ്ധ അധികാരമാണ്, കഴുത്തിലെ മാലയാണ്. ഞാൻ 3 സിംഹാസനത്തിൻ്റെ അധികാരിയാണ്. എത്ര സമയം ഈ സിംഹാസനത്തിൻ്റെ അധികാരിയാകുന്നുവോ അത്രയും കൂടുതൽ സമയം ഭാവിയിൽ രാജകുടുംബത്തിൻ്റെ അധികാരിയാകും. ഞാൻ സിംഹാസനം ഉപേക്ഷിച്ച് മണ്ണിൽ കാലുവെക്കില്ല. 3 സിംഹാസനത്തിനും ഞാൻ യോഗ്യനാകുന്നു. ബാബ ഊഞ്ഞാലുകൾ നൽകിയിരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ശാന്തിയുടെ ഊഞ്ഞാലിലാടുന്നു, ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. ഞാൻ പിതാവിൻ്റെ മടിയിൽ സിംഹാസനത്തിൻ്റെ ഊഞ്ഞാലിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. അതിനാൽ രാജകുടുംബത്തിൻ്റെ രാജകുലത്തിൽ വരുന്നു. ഇപ്പോൾ ബ്രഹ്മബാബയും ബ്രാഹ്മണരും ഒരുമിച്ചാണ്. ഈ സമയത്ത് മായ 2 രൂപത്തിൽ ചാൻസ് എടുക്കുന്നു. ഒന്ന് വ്യർത്ഥ ചിന്തകൾ, മറ്റൊന്ന് ഞാൻ ചെയ്തതാണ്, ഞാൻ ചിന്തിച്ചതാണ്, ഞാൻ മാത്രം ശരി. ഈ വ്യർത്ഥത സമയം പാഴാക്കുന്നു. അതിനാൽ ബാബ ദിവസവും മുരളി മനനം ചെയ്യുന്നതിനും സേവനത്തിനുമായി ഹോംവർക്ക് നൽകുന്നു. ഇതിനായി കേൾക്കുക, മനനം ചെയ്യുക, മുഴുകുക. മനസ്സിലും വാക്കിലും കർമ്മത്തിലും ശ്രദ്ധയിലും ദിവ്യതയുടെയും സൂചനയാണ് ഹോംവർക്ക്. ഇപ്പോൾ സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യണം. ധാരണയിലുള്ള പോരായ്മകളിൽ ഞാൻ ശ്രദ്ധ കൊടുക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ സെക്കൻഡിൽ പൂർണ്ണവിരാമമിടുന്നു. അപ്പോൾ സമയത്തിന് വിജയിയാകാൻ കഴിയും. സ്വഭാവവും സംസ്കാരവും പരിവർത്തനം ചെയ്യുന്നതിന് തീവ്രഗതി ആവശ്യമാണ്. ഇപ്പോൾ അനേകാത്മാക്കൾക്ക് ശാന്തിയുടെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എത്തിക്കണം. മനസ്സ് തിരക്കിലാണെങ്കിലും മന്മനാഭവ ആകാൻ സഹജമാകുന്നു. ഞാൻ അനുഭവത്തിൻ്റെ ക്ലാസ്സിൽ മുന്നോട്ടു പോകുന്നു, സന്തോഷവാനായിരിക്കുന്നു. ബാബ വരദാനം നൽകിയിരിക്കുന്നു. ഞാൻ അതിൻ്റെ സ്വരൂപമാകുന്നു. സാധാരണതയിലൂടെ മഹാനതയെ പ്രസിദ്ധപ്പെടുത്തുന്ന സിമ്പിളും സാമ്പിളുമാകുന്നു. മനസാസങ്കൽപ്പങ്ങളിൽ, സംബന്ധത്തിൽ, വ്യവഹാരത്തിൽ, ജീവിതശൈലിയിൽ ആരാണോ സിമ്പിളും സ്വച്ഛവുമായിരിക്കുന്നത് അവർ സാമ്പിളായി എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. ബാബ പറയുന്നു, സാധാരണതയിലൂടെയാണ് മഹാനത പ്രത്യക്ഷമാകുന്നത്.
ഹൃദയത്തിൽ നിന്നും എൻ്റെ ബാബ എന്ന് പറയുമ്പോൾ മായയുടെ അബോധാവസ്ഥയിൽ അടഞ്ഞ കണ്ണുകൾ തുറക്കും. ഓം ശാന്തി.